ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ USS ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോരാട്ടത്തിൻ്റെ മുൾമുനയിലാണ് അല്ലേ? ഇനി കേവലം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ. ഇതുവരെ വളരെ ശക്തിയായ പോരാട്ടം ഒരിഞ്ചും തെല്ലും ഭയപ്പാടില്ലാതെ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് കട്ടൊക്കെ കൂട്ടായിട്ട് നമ്മൾ എക്സ് ആൻഡ് വൈ ലേണിങ്ങും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ മുൻകഴിഞ്ഞ ക്ലാസ്സുകൾ മറ്റു മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ വളരെ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ തെളിയിക്കും വേണം. റെഡിയാണല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടാകും, നിങ്ങൾ പ്രിയപ്പെട്ട കട്ട ചങ്ക് ബ്രോസൊക്കെ ഉണ്ടാകും. അവരിലേക്കും നമ്മളെ എക്സ് ആൻഡ് വൈ ലേണിങ്ങിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുക. ഇവിടെ നമ്മൾ നിങ്ങൾക്കായി നൽകുന്ന ഈ ഊർജവും കരുത്തും ഈ സപ്പോർട്ടും ഒക്കെ അവരിലേക്കും നിങ്ങൾ എത്തിക്കുക. നമ്മൾ മാത്രമല്ല, അവരും ജയിക്കട്ടേന്നേ. നമുക്ക് ഒരുമിച്ച് ജയിക്കാം. അതല്ലേ രസം, അതല്ലേ മധുരം, അതല്ലേ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി സമയം കളയാൻ നമ്മളെ കയ്യിൽ അല്പം പോലും സമയമില്ല. ഓക്കെ, അപ്പോൾ ഇനി വണ്ടി മുന്നോട്ട് പോട്ടെ. യെസ്, ഒരു ചിത്രം ഇതിൻ്റെ പുറഭാഗം ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അവിടെ ഒരു കണ്ണടയൊക്കെ ഉണ്ട്. അതൊന്നല്ല നമ്മളെ വിഷയം. പിന്നെയോ, യെസ്, ഇവിടെയുള്ള ഈ ഒരു ചിത്രം, യെസ്, അതാണ് നമ്മളെ സാഞ്ചി സ്തൂപം. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും. കണ്ടോ, ഇതാണ് നമ്മളെ സാഞ്ചി സ്തൂപം. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോട്ടിൻ്റെ പുറകിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കി നോക്കുന്നുണ്ട്. ഇവിടെ പേരുൾപ്പെടെ ഉണ്ട്. ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. അത് സാഞ്ചി സ്തൂപാണ്. വളരെ പ്രസിദ്ധമായ മൗര്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട, അതുപോലെ ബുദ്ധിസവുമായൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രധാന ചരിത്ര സ്മാരകമാണിത്. മധ്യപ്രദേശിലാണ് നമ്മൾ ഈ സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിട്ടൊക്കെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണമല്ലോ നമ്മളിതൊക്കെ. ഓക്കെ, അതെന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമ്മൾ ഓപ്ഷൻസ് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് പറയുന്ന ഇൻഫർമേഷൻസൊക്കെ അതും ഓർത്തിരിക്കണം. ചിലപ്പോൾ അതായിരിക്കാം ചോദ്യങ്ങളാവാം. ഓക്കെ, അതുകൊണ്ട് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇനി ഇത് നോട്ടുകളിലുള്ള പുറകിലെ ഈ ചരിത്ര സ്മാരകങ്ങൾ നമുക്കറിയാം. 200 രൂപ നോട്ടിന് മാത്രമൊന്നുമല്ല, 10നും 20നും 100നും ഒക്കെ ഉണ്ട്. 500ൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു? ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ടാണ് 500 രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്. എന്നാൽ ഇവിടെ ഒരു 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, കേവലം നമുക്ക് പരിചിതമായ, നമ്മളെല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന നോട്ടുകളുടെ ചില പ്രധാന കാര്യങ്ങളൊന്ന് നോക്കാലോ. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ട്രിക്ക് നിങ്ങൾക്കായി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു വാക്യം: സണ്ണേട്ടൻ 20 എല്ല് കൊണ്ട് 200 രൂപയുമായി സാഞ്ചിക്ക് പോയി. എങ്ങനെ? സണ്ണേട്ടൻ 20 എല്ല് കൊണ്ട് 200 രൂപയുമായി സാഞ്ചിക്ക് പോയി. ഓക്കെ, എന്താണ്? സണ്ണേട്ടൻ 20 എല്ല് കൊണ്ട്, എല്ല് കേട്ടോ, നമ്മളെ ചിക്കൻ്റെ ഒക്കെ എല്ല്, അല്ല കോഴി ഇറച്ചിയുടെ ഒക്കെ എല്ല്. ഓക്കെ, അപ്പോൾ 20 ഉണ്ട്. 200 രൂപയുമായി സാഞ്ചിക്ക് പോയല്ലോ. അപ്പോൾ എന്തിനാന്നൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ വിഷയമല്ല. ഇവിടെ നമുക്ക് നമ്മളെ പ്രധാന വിഷയത്തേക്ക് വരാം. ഓക്കെ, അപ്പോൾ സണ്ണേട്ടൻ, അല്ലെങ്കിൽ അതിനൊന്ന് മലയാളവൽക്കരിച്ചാൽ സൂര്യേട്ടൻ. ഓക്കെ, എടൂ നമ്മളെ സൂര്യേട്ടൻ, നമ്മളെ സ്വന്തം കട്ടച്ചങ്ക്, നമ്മളെ കട്ടച്ചങ്കായ സൂര്യേട്ടൻ 20 എല്ലുകൊണ്ട്, പാവം എല്ലുകൊണ്ടാണ് പോയത് അല്ലേ? ഏറുകൊണ്ടല്ലോ കേട്ടോ, സോറി, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. എല്ലുകൊണ്ട്, അതായത് 10 രൂപ നോട്ടുണ്ടല്ലോ നമ്മളെ, ഈ 10 രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ചിത്രം അതേതാണ്? സൺ ടെമ്പിൾ കൊണാർക്കാണ്. ഓക്കെ, അത് സൺ ടെമ്പിൾ കൊണാർക്കാണ്. അതാണെന്ത്? സണ്ണേട്ടൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, സണ്ണേട്ടനെ കൊണ്ട് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ സൺ ടെമ്പിൾ കൊണാർക്ക് ഇതാണെന്ത്? 10 രൂപ നോട്ടിൻ്റെ പുറകിലുള്ളത്.
അതാണെന്ത്? സണ്ണേട്ടൻ സൺ ടെമ്പിൾ പാർക്ക്, അല്ലെങ്കിൽ സൺ ടെമ്പിൾ കൊണാർക്ക്. സൺ ടെമ്പിൾ കൊണാർക്ക് 10 രൂപ നോട്ടിൻ്റെ പുറകിലുള്ളതാണ്. അതാണെന്ത്? സണ്ണേട്ടൻ. അപ്പോൾ സണ്ണേട്ടനെ കിട്ടിയോ? ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയെങ്കിൽ 20 എല്ല് കൊണ്ട്, അതായത് നമ്മളെ 20 രൂപ നോട്ടുണ്ടല്ലോ, ഈ 20 രൂപ നോട്ടിൻ്റെ പുറകിലുള്ളതാണെന്ത്? എല്ലോറ ഗുഹകൾ. ഓക്കെ, ഏതാണ്? എല്ലോറ ഗുഹകൾ. അപ്പോൾ അതാണെന്ത്? നമ്മളെ സണ്ണേട്ടൻ വെറുതെ അല്ല പോയത്. എന്തുകൊണ്ടാണ് പോയത്? 20 എല്ല് കൊണ്ട്. അപ്പോൾ 20 എല്ല് കൊണ്ട് സണ്ണേട്ടൻ പോയി. അതാണെന്ത്? 20 രൂപ നോട്ടിൻ്റെ പുറകിൽ ഉള്ള ചിത്രം എല്ലോറ ഗുഹകളാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനിയോ 20 രൂപയുമായി സാഞ്ചിക്ക് പോയി. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ, കാശിക്ക് പോയി എന്നൊക്കെ നമ്മൾ സാധാരണയൊക്കെ പറയാറുണ്ട്. ഒരു പ്രയോഗം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, കാശിക്ക് പോയി. എന്തായാലും നമ്മൾ കുറച്ച് വെറൈറ്റിയാണ് അല്ലേ, എന്താണ്? സാഞ്ചിക്ക് പോയി. അപ്പോൾ 20 രൂപയുമായി സാഞ്ചിക്ക് പോയി. അപ്പോൾ 3 മറക്കുമോ? ഇല്ലല്ലോ. 10 രൂപ നോട്ടിൻ്റെ പുറകിൽ സൺ ടെമ്പിൾ കൊണാർക്കാണ്. 20 രൂപ നോട്ടിൻ്റെ പുറകിൽ എല്ലോറ ഗുഹകളാണ്. ഞാനിവിടെ കൊടുത്ത നിറം നിങ്ങൾ ശ്രദ്ധിച്ചോ? 10 രൂപ നോട്ടിൻ്റെ ഏകദേശം ഒരു സാമ്യമുള്ള നിറമാണെന്ത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്? സണ്ണിനും ടെണ്ണിനും. ഓക്കെ, ഇനിയോ 20 രൂപ നോട്ടിൻ്റെ അല്ലേ നിറം നമുക്കറിയാം, ഏകദേശം ഒരു പച്ച നിറമാണ്. അപ്പോൾ അതാണെന്ത് ഞാൻ 20നും എല്ലിനും കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണേ, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ 20 എല്ല് ഏതാണ്? അത് മറ്റേതുമല്ല, അത് ചിക്കൻ്റെ എല്ലോ ഒന്നും അല്ല. പിന്നെയോ അത് എല്ലോറ ഗുഹകളുടെ എല്ലാണ് കേട്ടോ. ഓക്കെ, 20 എല്ല്, അതാണ് നമ്മളെ 20. എല്ലോറ ഗുഹ ഏതിൻ്റെ പുറകിൽ കാണപ്പെടും? നമ്മളെ 20 രൂപ നോട്ടിൻ്റെ പുറകിൽ കാണപ്പെടും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തത് പിന്നെ നമുക്ക് സംശയമില്ല, ഇനി ഒരിക്കലും നമ്മൾ മറക്കില്ല. ഏതാണ്? സാഞ്ചി സ്തൂപ. അതെ, നമ്മളെ ചിത്രത്തിൽ കാണുന്ന 200 രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ഈ സാഞ്ചി സ്തൂപം, അത് 200 രൂപ നോട്ടിൻ്റെ പുറകിലാണ്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 200 രൂപയുമായി സാഞ്ചിക്ക് പോയി എന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ മറക്കരുത്. സണ്ണേട്ടൻ 20 എല്ല് കൊണ്ട് 200 രൂപയുമായി സാഞ്ചിക്ക് പോയി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ നോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ മറക്കില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതെ, മറ്റൊരു പ്രധാന ഭാഗം നമ്മൾ പലതവണ ചിലപ്പോൾ നിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകും, എങ്കിലും മറന്നു പോകാനൊക്കെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തെടുക്കേണ്ട, എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന ഭാഗം, വിച്ച് ഈസ് ദ ഓൺലി കോണ്ടിനെൻറ്റ് ത്രൂ ദ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസ്. അതായത് ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ദക്ഷിണായന രേഖ ആൻഡ് ഭൂമധ്യരേഖ. ഇവ കടന്നു പോകുന്ന ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ്? ഭൂഖണ്ഡമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മൊത്തം എത്ര ഭൂഖണ്ഡമുണ്ട്? ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതല്ലാത്തതും ആയ മൊത്തം 7 ഭൂഖണ്ഡങ്ങളിൽ അല്ലേ ലോകത്തുണ്ട്. ഇവിടെ ഏഷ്യ ഉണ്ട്, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇങ്ങനെ 4 അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് പിന്നെ സൗത്ത് അമേരിക്കയുണ്ട്, ദെൻ അന്റാർട്ടിക്കയുണ്ട്, ദെൻ യൂറോപ്പ്. ഇങ്ങനെ 7 ഭൂഖണ്ഡങ്ങൾ നമുക്കുണ്ട്. ക്ലിയർ അല്ലേ? അതും കൂടെ പറഞ്ഞു എന്ന് മാത്രം. നമ്മളെ ചോദ്യം അതല്ല. ഓക്കെ, നമ്മളെ ചോദ്യം എന്താണ്? ഈ പ്രധാനപ്പെട്ട നമ്മളെ ലാറ്റിറ്റ്യൂഡ്സ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്ന കോണ്ടിനെൻറ്റ് ഒറ്റ ഒന്നേ ഉള്ളൂ. അതേതാണ്? ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക. അതിൽ ആഫ്രിക്കയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ കൃത്യമായൊരു മാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിൽക്കുന്നത്
കൃത്യമായിട്ട് നിങ്ങൾ അത് ഓർത്ത് വെക്കണേ. കണ്ടോ, കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. യെസ്, നമ്മളെ പ്രധാന ഭൂഖണ്ഡങ്ങളെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 7 ഭൂഖണ്ഡങ്ങളിലെ മാപ്പ് ഇവിടെ ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്. ഒപ്പം നമ്മളെ പ്രധാന ചർച്ച ചെയ്യാൻ പോകും നമ്മളെ വിഷയാധിഷ്ഠിതമായ ലാറ്റിറ്റ്യൂഡ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഒന്ന് നോക്കി നോക്ക്. ആർക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏഷ്യ, നമുക്ക് ഒരു സംശയം വരും, ഏഷ്യ ആണെന്ത് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്, ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ ആണല്ലോ. സ്വാഭാവികമായിട്ടും ഏഷ്യയിലൂടെ ആയിരിക്കും എന്ത് ഇത് മൂന്നും കടന്നു പോകാനുള്ള ഒരു ചാൻസ് കൂടുതൽ എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ആ തോന്നൽ ശരിയാണോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ആർട്ടിക് സർക്കിൾ പോകുന്നുണ്ട് ഏഷ്യയിൽ കൂടി, ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നുണ്ട്, പക്ഷേ ആരും പോകുന്നില്ല, നമ്മൾ ഇക്വേറ്റർ പോകുന്നില്ല. യെസ്, ഇക്വേറ്റർ പോകുന്നില്ല കേട്ടോ. ഇക്വേറ്റർ കണ്ടില്ലേ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കണ്ടു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. യെസ്, ഇവിടെ ഇതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, കണ്ടല്ലോ, മാറിപ്പോവരുതേ. ഇത് മൂന്നുമാണ് നമ്മളെ വിഷയം. ഇനി ഒന്ന് നോക്കി നോക്ക്, നമ്മളെ ഏറ്റവും വലിയ സംശയം ഏഷ്യ ആണ്. ഏഷ്യയിൽ എന്തായാലും ഇല്ല. ഇനിയിപ്പോൾ ഒരു സംശയിക്കാൻ വകയുള്ളത് പിന്നെ താഴേക്ക് നോക്കുമ്പോൾ സൗത്ത് അമേരിക്ക, ഒരിക്കലും ഇല്ല. അതും 2 ഉള്ളൂ. ഏതൊക്കെ നോക്കിയാലും 2 ഉള്ളൂ. പക്ഷേ നമ്മളെ ചോദ്യത്തിലെ നായകൻ അതാരാണ്? അതിവിടെ ഉണ്ട്, അത് ആഫ്രിക്കയാണ്. ശ്രദ്ധിച്ചോ, നോക്ക്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ടോ? യെസ്, കടന്നു പോകുന്നുണ്ട്. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. പിന്നെയോ, പിന്നെ ഇത് കടന്നു പോകുന്നുണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നുണ്ട്. യെസ്, അവസാനം ആരും കടന്നു പോകുന്നുണ്ട്, നമ്മളെ ഇക്വേറ്ററും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ മൂന്നും കടന്നു പോകുന്ന ഒരേ ഒരു ഭൂഖണ്ഡമേ ഉള്ളൂ, അത് ആഫ്രിക്കയാണ്, അല്ലെങ്കിൽ അത് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ്. മറന്നു പോകരുതേ, കൺഫ്യൂഷൻ ആവരുത്, സംശയം നമ്മളെ തോൽപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഓപ്ഷൻസ് ഏതാണ്? ഏഷ്യ അല്ല, ആഫ്രിക്ക, അതെ ആഫ്രിക്ക ആണ്. നമ്മളെ ചോദ്യത്തിന് ഉത്തരം ആഫ്രിക്കയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് നമുക്കിനി അന്താരാഷ്ട്രവും ലോകമൊക്കെ വിട്ട് നമ്മളെ കേരളത്തിലേക്ക് വരാം. ഓക്കെ, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഫാമേഴ്സ് ഡേ ഇൻ കേരള? നമ്മുടെ സ്വന്തം കേരളം. എത്ര സുന്ദര അല്ലേ? കൃഷിയൊക്കെ നല്ലോണമുള്ള ഒരു കേരളമാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? കൃഷി ദിനം, കർഷകരുടെ ദിനം. കർഷക ദിനം ഏതാണ്? ഇവിടെ മലയാള മാസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ശരി, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്ന്. നമ്മളും അറിയില്ല, കാരണം നമുക്കിതൊക്കെ അറിയാലോ. ഇനി അറിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കണം. മലയാള മാസങ്ങളിലെ ആരംഭം ചിങ്ങം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം. ഇങ്ങനെ ഇതാണ് മലയാള മാസങ്ങൾ. ജനുവരി മുതൽ ഡിസംബർ വരെ നമുക്കറിയാം, അതല്ലാതെയും അല്ലേ. പിന്നെ ഹിജറ വർഷമുണ്ട്, ശകവർഷമുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. മലയാള വർഷം പൊതുവെ നമ്മൾ ആരും ചർച്ച ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് ഏതാണെന്ന് ചോദിച്ചാൽ തപ്പേണ്ടി വരും, അതൊന്ന് തപ്പി നോക്കിക്കൊണ്ടി. ഓക്കെ, ഇന്ന് ഏതാണെന്നുള്ളതൊന്ന് അതും ഒന്ന് പത്രത്തിലോ കലണ്ടറിലോ ഇൻ കേസ് ഫോണിലോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് മലയാള വർഷം ഒന്ന് ഓർത്തെടുക്കാം. നമ്മളൊക്കെ മലയാളികളാണല്ലോ. ഓക്കെ, നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ കർഷക ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഇവിടെ നമ്മളെ ജനുവരി ഫെബ്രുവരി എന്നല്ല കൊടുത്തിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ മലയാള മാസങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മേടം 1. മേടമോ? നമ്മളെ ഇംഗ്ലീഷിലെ മേടം അല്ല. ഓക്കെ, ഇത് മേടമാസം. പിന്നെയോ കർക്കിടകം 1. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കർക്കിടക കഞ്ഞി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. വളരെ ഔഷധമുള്ള ഒരു നമ്മൾ പഴമക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണത്. കർക്കിടക മാസത്തിൽ പ്രത്യേകം കഞ്ഞി കുടിക്കും, നല്ല ആരോഗ്യം ഉണ്ടാവാൻ, രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടാനൊക്കെ വേണ്ടി കർക്കിടക കഞ്ഞിയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെയോ ചിങ്ങം, പാട്ടൊക്കെ കേട്ടില്ലേ നിങ്ങൾ അല്ലേ?
ചിങ്ങമാസം വന്നു ചേർന്നാൽ ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമ്മളെ വിഷയം അതല്ല. അപ്പോൾ അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട് അല്ലേ, ഒരു ഫിലിമാണെന്ന്. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിങ്ങമാസം അല്ലേ, അത് മാസം മലയാളം ഈ മാസമാണ്. മകരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ഏതാണ് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? യെസ്, ചിങ്ങം 1 കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അവിടെ കണ്ടോ, ഒരു പാടത്ത് കർഷകൻ ട്രാക്ടറുമായിട്ട് എന്ത് ചെയ്യുന്നു, പാടം ഉഴുതുമറിക്കുകയാണ്. ഒപ്പം പശുക്കളുണ്ട് അല്ലേ, അവിടെ വേറെ ഒരു സ്ത്രീ കൃഷി ചെയ്യുന്നുണ്ട്, വേറൊരു പുരുഷൻ അവിടെ ട്രാക്ടർ ഓടിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കാണാൻ തന്നെ നമുക്ക് ഇന്ന് വളരെ വിരളാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. കാരണം പലയിടത്തും പാടങ്ങളൊന്നും ഇല്ല, പാടങ്ങളിൽ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നു, ആരും കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ ഓർത്തെടുക്കുക, ചിങ്ങം 1 മലയാള വർഷം ആരംഭിക്കുന്നത്. അപ്പോഴാണ് കൃഷിയും നമ്മൾ ആരംഭിക്കാറ് ഭൂരിഭാഗം. അതുകൊണ്ടാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? അത് ചിങ്ങം 1 ആണ്. ക്ലിയർ ആണല്ലോ? യെസ്.